ഗുഡ് മോർണിംഗ് ഓൾ. SLC ഹിന്ദി പേപ്പറിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരുന്ന, അതായത് സഹി മിലാൻ കരോ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ 2024 തൊട്ട് 2014 വരെ ഇങ്ങനത്തെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, അത് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ 2024 മാർച്ചിലെ ക്വസ്റ്റ്യനാണിത്. ചോട്ടൂനി സർവ് ഹി, അതുപോലെ रणविजय के भाषण में दुकान बाटी ने വിദേശി ടൂറിസ്റ്റ് ലൂസി മാമിനെയും, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് തന്നേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ മാച്ച് ചെയ്ത്, ഓൾറെഡി മാച്ച് ദ ഫോളോയിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ചോട്ടൂനി സ്വയഹി എന്ന് പറഞ്ഞിട്ട് അപ്ന നാം കലാം, സ്വന്തമായിട്ട് പേര് കലാം എന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വേർഡ് അതങ്ങനെ ക്ലിയർ ആവും. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇത് ഒന്നാമത്തെ ആയിട്ട് മാച്ച്ഡ് ആണ്. ഇത് നോക്കണ്ട കേട്ടോ. रणविजय भाषण में, रणविजय भाषण में എന്ത് കിട്ടി? പ്രഥം പുരസ്കാർ പായ, ഫസ്റ്റ് പ്രൈസ് കിട്ടി കുട്ടിക്ക്. അടുത്തത് ദുക്കാൻ വാലെ ബാട്ടി സാനി കലാം കി കലാകാരിക്ക് പ്രശംസാക്കി, അവിടെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് കലാമിനെ ചായക്കടയിൽ, അതാണ് പറയുന്നത്. ഇനി വിദേശി ടൂറിസ്റ്റ് ലൂസി മാമിനെ കലാം കോ ഡൽഹി ലേ ജാനി കാ വാദ കിയ, എന്ത് ഹെൽപ്പാണ് ചെയ്യുന്നത് ലൂസി മാം? അവനെ എവിടെ കൊണ്ടുപോകാമെന്ന്, കലാമിൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി ഡൽഹി കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മളിത് മാച്ച് ചെയ്യേണ്ടത്. അടുത്തത് 2024 മോഡലിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇത് ചാർലിയിലെ ചാപ്റ്ററിലെയാണ്. ഇനി മാം കി ആവാസ് ഫട്നി സേ ലഗ, ഇടറുന്നത് പോലെ തുടങ്ങി. അപ്പം എന്ത് സംഭവിച്ചേ? ആളുകൾ എന്ത് ചെയ്തു? കൂകാനായിട്ട് തുടങ്ങി. സോ ചില്ലാനെ ലഗേ, ലോക ചില്ലാനെ ലഗേ. ഇനി ചാർലി ഗാൻ രോക്ക് കർ, ചാർലി എപ്പോഴാണ് പാട്ട് നിർത്തി? പൈസ കളക്ട് ചെയ്യാൻ വേണ്ടിയല്ലേ? സോദാ പൈസ ബഡോറിനെ ലഗ. ഇനി ചാർലിക്ക് ഗീത് ഗാനെ സേ സ്റ്റേജ് പർ എന്തായിരിക്കും? ദാ പൈസാക്കി ബിച്ചൗ, പൈസയുടെ മഴ പെയ്യാനായിട്ട് തുടങ്ങി. ലോകം നെ മാം സെ ഹാത്ത് മിൽക്കർ എന്ത് ചെയ്തു? ചാർലിനെ അപ്രിഷ്യേറ്റ് ചെയ്തു. ചാർലിക്ക് താരിഫ് കി. ഇപ്പം നമുക്ക് ചിലതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം കണക്ട് ചെയ്യാൻ പറ്റുന്ന കണക്ട് ചെയ്യാം, പിന്നെ ഉള്ളത് ഏകദേശം ഒരു വേർഡ് ഒരു സെൻറ്റൻസ് ഫോം ചെയ്യുന്ന രീതിയിൽ കണക്ട് ചെയ്യാം. അടുത്തത് മാനേജർ ചാർലിക്കോ, നമുക്കറിയാം മാം കി ആവാസ് ഫട്ട് ഫട്ട്, ഇതാണ് നമുക്കറിയാം, ഇടറിപ്പോയി എന്നുള്ളത്. ചാർലിനെ ഗീത് ഗാനെ, അടുത്തത് ധൂൻ കി അനുസാർ ചാർലിക്ക് ഗീത് ഗാനെ ശുരു കർ ദിയ, സെൻറ്റൻസ് കംപ്ലീറ്റ് വരുന്നുണ്ടല്ലോ, ഇല്ലേ? ഉണ്ട്. ഇനി അടുത്തത് ഇത് രണ്ടും എങ്ങോട്ട് മാച്ച് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. 2 വേർഡാണുള്ളത്. മഞ്ച് പെർ ഗയ, ഗാന സച്ച് ഗയ. ഇതിൻ്റെ മീനിങ് കണ്ടുപിടിച്ച് നിങ്ങളൊന്ന് മാച്ച് ചെയ്യാനായിട്ട് ട്രൈ ചെയ്ത് നോക്കും. അടുത്തത് ഡുഡലി എന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഇത് വളരെ ഈസിയാണ്. ഡുഡലി കോ ബഡി ബുവ അച്ഛാ ലഗി, അത് സെൻറ്റൻസ് കറക്റ്റ് ടെക്സ്റ്റ് എന്നുള്ളതാണ്. ഡുഡലി കാ നാം കാർഡ് പർ ഉണ്ടായിരുന്നില്ല, നെഹി ചിപ്പാവ, രണ്ടാമത്തെ ആൻസർ വരും. ഡുഡലി ദർ രാത്രി ഒരുപാട് രാത്രി വരെ എന്ത് ചെയ്തു? ചിന്തിച്ചു എന്നാണ് വരുന്നത്. സോ ഇതായിരിക്കും ആൻസർ വരിക. സോ ഈസി ആണല്ലോ. 2022 മാർച്ചിലാട്ടോ. അടുത്ത 2022 മോഡലിലെ മാം കി ആവാസ് ഫുസ്ഫിഡ, ഇത് റിപ്പീറ്റഡ് അല്ലേ? സത്യം പറഞ്ഞാൽ ഇത് എപ്പോഴും ചോദിക്കുന്നുണ്ട്, ഈ അമ്മയുടെ സൗണ്ട് ഇടറി എന്നുള്ളത്. ഇനി മാനേജറിനെ ചാർലിക്കോ എന്ത് ചെയ്തു? സ്റ്റേജ് പർ വെച്ചിനേക്കാൾ സ്റ്റേജിലേക്ക് പറഞ്ഞേക്ക് ധൃതി കൂട്ടിയെന്നുള്ളത്. ദർശക ഖുഷീസ് എന്ത് ചെയ്തു? താലിക വാച്ചിട്ട. ഇതും വളരെ ഈസിയാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടെത്താവുന്നതുള്ളൂ. ഷോമാൻ്റെ. അടുത്തത് ഇത് അത്ര ക്ലിയർ അല്ല, പക്ഷെ ഇത് മാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് വായിച്ച് നോക്കാം. മിഹിർ ഓർ മോർപാൽ ഗാനയ്ക്ക് അദലി ബദലി ഹോത്തി ഹെ, അവർ തമ്മിൽ എന്ത് ചെയ്തു? എക്സ്ചേഞ്ച് ചെയ്യുന്ന പരിപാടികളുണ്ട്. മിഹിർ ഓർ മോർപാൽ കെ ബീച്ച് ആണ് ഈ പറഞ്ഞ ഗാനയ്ക്ക് അദലി ബദലി ഹോത്തി ഹെ. അപ്പോൾ ഈ മിഹിർ ഓർ മോർപാൽ എന്ന് പറയുമ്പോൾ എന്താ? സാധാരണ ചീസ് ഹേ എന്ന് വരുമോ? ഇല്ല. പിന്നെ എന്ത് വരും? സ്കൂൾ കെ ദോസ്ത്
അത് വരുമല്ലോ, മിഹിറും മോർപാലും. സോ അത് ഓക്കെ ആയി. ഇവരുടെ ഇടയിൽ എന്ത് ചെയ്യുന്നു, ഗാന അതിൽ ഇവരിൽ എക്സ്ചേഞ്ച് നടക്കുന്നു എന്നും പറയാം. സോ മിഹിർ രജ്മ ചാവൽ, മിഹിർ എന്ത് ചെയ്യുന്നുണ്ട്, രശ്മയും ചാവലും എന്ത് ചെയ്യുന്നുണ്ട്. കഥ നിങ്ങൾ നന്നായി അറിഞ്ഞിരിക്കണം, എന്നാലേ ഇതെല്ലാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതവിടെ നിൽക്കട്ടെ, അടുത്തത് നോക്കുക. കാരണം അത് ക്ലിയർ അല്ല കേട്ടോ വേർഡ്സ്, അതുകൊണ്ടാണ് അത് പറയുന്നത്. അടുത്തത് നോക്കി പോവാം നമുക്ക്. മോർപാൽ അപ്നെ ഗർമേ, മോർപാൽ വീട്ടിൽ നിന്ന് എന്താ കൊണ്ടുവരുന്നേ, ചാച്ച് ലാത്താഹെ. മോർപാല്, നിങ്ങൾ മാറിപ്പോരുതേ, മോർപാല് വീട്ടിൽ നിന്ന് എന്ത് കൊണ്ടുവരുന്നുണ്ട്, ചാച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇവരെന്താണ് ഇഷ്ടമുള്ള സാധനം, എന്താണ്, രജ്മ ചാവലാണ്. ഇനി മിഹിർ എന്ന വ്യക്തിയുണ്ട്. മിഹിർ എന്ന വ്യക്തി വീട്ടിൽ നിന്ന് എന്ത് കൊണ്ടുവരുന്നു, രജ്മ കൊണ്ടുവരുന്നുണ്ട്. ഇവൻ എന്താണ് ഇഷ്ടമുള്ളത്, ചാച്ചാണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ നോക്കിക്കോ, മോർപാൽ അപ്നെ ഗർസെ എന്ത് കൊണ്ടുവരുന്നു, ചാച്ച് ലാത്താഹോ, അതാണ് 3. ഇനി മിഹിറിന് രജ്മ ചാവൽ എങ്ങനെയാണ്, അവനവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. സോ ടിഫിൻസെ എന്ന് വരുന്ന ഒന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് വരിക. അടുത്തത് ഇനി ഒരൊറ്റ ഒരെണ്ണം കൂടി ഉള്ളൂ, മിഹിർ കേലിയ രജ്മ. മിഹിറിന് രജ്മ എന്താണ്, ഒരു സാധാരണ ചീസാണ്, കാരണം അവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനമാണ്. ഓക്കെ ആണല്ലോ. ഈ ഒരു 2 പോയിന്റ് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. ഇനി 2021 മോഡലിൽ ചോദിച്ചതാണ് കേത്തോങ് കെ ഊപ്പർ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ശരിയാണെങ്കിൽ വളരെ ഈസിയാണിത്. പാടത്തിന് മുകളിൽ എന്തുണ്ട്, ബാദൽ ചായേ ഹുയേതേ. ഇനി ഗീലെ ഹവായി, തണുത്ത കാറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ചൽ രഹീഹെ, അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നുണ്ട്. പേടോക്കെ താനെ, നനഞ്ഞിരിക്കുകയാണ്. പാനീസെ ഗീലേതേ. മൂങ്ഫലിയോക്കെ ഫൂൽ, അത് നിലക്കടലേൻ്റെ പൂവിനെ കുറിച്ച് പറയുന്നത് എന്താ, നെങ്ക് പീലി ഹോത്താഹി. സാര ആസ്മൻ, മുഴുവൻ ആകാശവും. ബദലോംസെ ബരേഹെ, മുഴുവൻ മേഘം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ വളരെ ഈസി അല്ലേ, ഒറ്റയടിക്ക് നിങ്ങൾക്ക് 4 മാർക്ക് പുഷ്പം പോലെ സ്കോർ ചെയ്യാവുന്ന ഒന്നേ ഉള്ളൂ. അടുത്തത് 2022 മോഡലിൽ ചോദിച്ചിരിക്കുന്നതാണ്, 3 എണ്ണം കറക്റ്റ് ചെയ്ത് എഴുതാൻ. നീൽപാണ്ഡവ്, ഞാൻ പറഞ്ഞിരുന്നു ഒരു ക്ലാസ്സിൽ പേര് പഠിച്ചു വെക്കാൻ. നീൽപാണ്ഡവ് ആണ് അയാം കലാം എന്നുള്ളത് എഴുതിയിരിക്കുന്നത്. സോ അത് കറക്റ്റാണ്. കലാം ഓർ രൺവിജയ് ഫിലിമിൻ്റെ കഥാപാത്രങ്ങളാണ്, കറക്റ്റാണ്. രൺവിജയ് സ്കൂൾ ജാന പസന്ത് കർത്തിഹെ. രൺവിജയ്ക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമുണ്ടോ, അവന് ഇഷ്ടമല്ല. പിന്നെ ആർക്കാണ് ഇഷ്ടം, കലാമിനാണ് ഇഷ്ടം, അത് ഓർത്തിരിക്കണേ. ചോട്ടു ഖൂദ് അപ്ന നാം കലാം, അതാണ് നമ്മൾ ചോട്ടു സ്വന്തമായിട്ട് കലാം എന്ന് വിശേഷിപ്പിക്കും. ഇത്തരം 3 ഇനി അടുത്തത് നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. എന്നാലും അടുത്ത് നോക്കാം. രൺവിജയ് ചായക്കടയിൽ ജോലി ചെയ്തു എന്നാണ്. രൺവിജയ് ആണോ, അല്ല, കലാമാണ് അവിടെ ചെയ്തത്. ഇവിടെ എന്താണ് വരേണ്ടത്, കലാമാണ് വരേണ്ടത്. സോ നിങ്ങൾക്ക് പിടി കിട്ടിയല്ലോ 2022 മോഡൽ എക്സാമിൻ്റെ. 2021 നോക്കാം. ഇതത്ര ക്ലിയർ പ്രിന്റ് അല്ല കേട്ടോ, അതുകൊണ്ടാണ് 3 എണ്ണം കറക്റ്റ് എഴുതാനാണ് പറഞ്ഞത്. സോ 3 കൂടുതൽ എന്താണേലും വരില്ല, 3 കുറവും വരില്ല. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ചാർലി കാ ഗാന സുൻകർ ലോഗ് ഖുഷി ഹോ ഗയി, എല്ലാവർക്കും സന്തോഷമായി എന്ന്. ആളുകൾക്ക് ചാർലീൻ്റെ പാട്ട് കേട്ടിട്ട് ആളുകൾക്ക് സന്തോഷമായി, കറക്റ്റ് അല്ലേ, ആണ്. ചാർലിക്ക് ഗാനേസെ ലോഗ് കോലാഹൽ ഉണ്ടാക്കിയോ, ഇല്ല, അത് തെറ്റല്ലേ, അത് തെറ്റാണ്. ചാർലിക്ക് ശങ്ക ഹുയി കി മാനേജർ പൈസ ലേന ചാഹത്തായേ, മാനേജർ പൈസ എടുത്തുകൊണ്ട് പോകുന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ, ഉണ്ടായിരുന്നു. ചാർലിക്ക് മാം പൈസ ബഡോറിന് ലഗി, ചാർലിൻ്റെ അമ്മയാണോ പൈസ കളക്ട് ചെയ്തേ, അല്ല, തെറ്റാണ്. ചാർലിനെ പൈസ ബഡറിനെ കെ ബാദ് ഗാന ചാഹാം. സോ എന്ത് ചെയ്തു, ചാർലി പൈസ കളക്ട് ചെയ്തതിന് ശേഷം പാട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്തു എന്നുള്ള ഇതാണ് അടുത്ത വരി വരുന്നത്. സോ 3 എണ്ണമായി, 3 ഓപ്ഷനായി. സോ തീൻ സാഹി എന്ന് പറയുമ്പോൾ 3 ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കും. ഓക്കെ, അടുത്തതിൽ പോവാം. 2023 മോഡലിൽ ചോദിച്ചതാണേ. ഇതിനകത്ത് മോർപാൽ ഹമേഷ സ്കൂൾ യൂണിഫോം പഹ്ലാത്ത. മോർപാൽ എപ്പോഴും സ്കൂൾ യൂണിഫോം ധരിച്ചിരുന്നു, കറക്റ്റ് അല്ലേ, കറക്റ്റാണ്. മോർപാൽ ശാന്തിയമേ ബഡിയ കപട പഹലാന്തി. മോർപാൽ നല്ല വലിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിരുന്നോ, ഇല്ലല്ലോ, റോങ് ആണ്. മോർപാലിന് പകരം അത് മിഹിർ ആണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. മോർപാൽ വിശേഷൻ അവസർ പർ
സ്കൂൾ യൂണിഫോം നെഹി പാൻതാത. മോർപാൽ വിശേഷ അതായത് കല്യാണത്തിനൊക്കെ സ്കൂൾ യൂണിഫോം ധരിച്ചിരുന്നില്ല. തെറ്റല്ലേ? ധരിച്ചിരുന്നു എന്നാണ് ആൻസർ. അടുത്തത് മോർപാൽ കബീബി സ്കൂൾ യൂണിഫോം നെഹി പാന്ത. മോർപാൽ അവിടെ ധരിച്ചിരുന്നില്ല എന്നുള്ളതാണ് വരുന്നത്. സോ അതും തെറ്റാണ്. സോ ഒന്നാമത്തെ മാത്രമാണ് കറക്റ്റ് ആൻസർ. ഇത് 2023 മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് 3 തീൻ ചുൻകർ ലിബോന. ഉസ്കി ഹമേഷ കോ ജാന. അയാൾക്ക് തീർച്ചയായിട്ടും അറിയാം. ഉൻകി ജാതി ജാനത അറിയില്ല, ജാതി അറിയില്ല. ഉസ്കി മുസീബത്ത് കഷ്ടപ്പാട് അറിയാം. ഉസ്കി അസഹായത കോ ജാനത അയാൾ എന്താ പറയുക നിസ്സഹായ അവസ്ഥയിലാണെന്നുള്ളത് അറിയാം. കറക്റ്റാണ്, അറിയാം. ഇനി അടുത്ത ഉസ്കി നാം പദ ഉമ്ര ജാതി മറ്റേ പേര് അഡ്രസ്സ് നിയോജക മണ്ഡലം ഇതൊക്കെ അറിയില്ല. സോ നമുക്ക് കറക്റ്റ് 3 കിട്ടിയിട്ടുണ്ട്. ഇനി 2020 മാർച്ചിലെ ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ് ആണ്. വിവാസി പാത്ബന്ധിയോ അതായത് നമ്മുടെ ഈ റിച്വൽസും റെസ്ട്രിക്ഷൻസിനൊക്കെ നമ്മൾ ചെയ്യണം. വിരോധ കർണ ചാഹി. ഊഞ്ച് നീച്ചക്ക ബേവാദ് എന്ത് ചെയ്യണം? എന്താണത്? സമസ്യ സ്വസ്ഥ സമാജ് കാ ലക്ഷണം നെഹി. സ്വസ്ഥമായ ഒരു സൊസൈറ്റീൻ്റെ ലക്ഷണമല്ല. കറക്റ്റാണ്. ചടേ ലോക് എന്ന് പറഞ്ഞാൽ ദുഷ്ടരായ ആളുകൾ എന്നൊരു മീനിങ് ആണ് കേട്ടോ. അപരാധ കർത്തേഹേ അപരാധങ്ങൾ ചെയ്യുന്നു. അപരാധം എന്ന് പറഞ്ഞാൽ അറിയാലോ, അപരാധം എന്താ നല്ലതല്ലാത്തത്, തെറ്റെന്നൊക്കെയുള്ളൊരു മീനിങ് ആട്ടോ വരുന്നേ. അടുത്തത് ഠാക്കൂർ കാ കുവേ കാ പാനി സാരാ ഗാവ് പീത്താഹേ. അല്ലേ, ആ ഗ്രാമത്തിലെ നാട്ടുകാരെല്ലാം അതാണ് കുടിക്കുന്നത്. സാരാ ഗാവ് എന്ന് പറഞ്ഞാൽ മുഴുവൻ ഗ്രാമവും അതാണ് കുടിക്കുന്നത്. അടുത്തത് 2020 മോഡലിൽ നോക്കുകയാണ്. സമുദ്ര തട്കെ പ്രതി മോഹൻ രാജേഷ് കാ വിശേഷൻ ആകർഷൺ ഹേ. കറക്റ്റ് അല്ലേ? ഗോവാമേം അനേക്. എന്താണ് അനേകമായിട്ട്? എന്താ ഉള്ളത്? സുന്ദർ സമുദ്ര തട്ടാണ് അവിടെ ഉള്ളത് അനേകമായിട്ട് ഗോവയില്. മല്ലാഹിനെ നാവുമേ ബൈക്കർ ബോട്ട്മാൻ തോണി. നാവ് എന്ന് പറഞ്ഞ ബോട്ടിലിരുന്ന് എന്ത് ചെയ്തു? ഗസൽ സുനായി ഹേ. 3. ഇനി ബൂട്ടെ മല്ലാഹ് കെ ഗായന്മേ. ഈ ബൂട്ടെ മല്ലാഹിന്റെ പാട്ടിൽ എന്ത് ചെയ്തു? ലേഖകോർ മിത്ര ലീൻ ഹോഗയ. ലീൻ എന്നൊക്കെ പറഞ്ഞാൽ ലയിച്ചു പോയി എന്നാട്ടോ. സോ ഇതാണ് 4ാമത്തെ ഓപ്ഷൻ. ഇതൊക്കെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇത്രയാണ് ഏകദേശം 2024 മുതൽ ചോദിച്ച ക്വസ്റ്റ്യൻസ്. മാച്ച് ദ ഫോളോയിങ് ആയിട്ട്. സോ നിങ്ങളിത് ഷെയർ ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കി 2024 തൊട്ട് 2014 വരെയുള്ളത്. സോ നിങ്ങളിത് നന്നായി പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. സോ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായി എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ. സോ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.